ധനവകുപ്പും പബ്ലിക് സർവീസ് കമ്മീഷനും തമ്മിലുള്ള പോരായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും രസം പിടിപ്പിച്ച യുദ്ധം. പണമില്ലാത്തതിനാൽ പൊറുതിമുട്ടുന്ന മാണിയുടെ കയ്യിൽ നിന്ന് കണ്ടമാനം പണം വാങ്ങി PSC വകമാറ്റിയും മറ്റും ചെലവഴിക്കുന്നു എന്നതാണ് പരാതി. കമ്മീഷൻ ചെയർമാൻ ഡോക്ടർ KS രാധാകൃഷ്ണനാണെങ്കിൽ മാണിക്ക് പരിശോധിക്കാൻ പോലും അവകാശമില്ലെന്ന നിലപാടിലാണ്. എന്തായാലും കയ്യിൽ പണമില്ലാതെ മുന്നോട്ടു പോകാൻ PSCക്ക് ബുദ്ധിമുട്ടുണ്ട്. മാണിയാണെങ്കിൽ പണം കാട്ടി കൊതിപ്പിക്കുകയും പരിശോധിക്കുമെന്ന് പറഞ്ഞ് കുഴപ്പത്തിലാക്കുകയും ചെയ്യുന്നു. എന്താ കാര്യം? അല്ല, അയക്കൊരല്പം കാശ് കിട്ടുന്ന കാര്യമാണ്. അയ്യോ, ഞാൻ തന്നെയാണ് സാർ. ചെല്ലപ്പൻ സാർ അകത്തോട്ട് വരണം. പറഞ്ഞ സാർ പറഞ്ഞ PSC ഫിനാൻഷ്യൽ കൺട്രോൾ തീർച്ചയായിട്ടും വേണം. അല്ല, PSC ഫിനാൻഷ്യൽ കൺട്രോളിന് അതീതമല്ല. ഡിസിപ്ലിൻ അവിടെ വേണം എന്നുള്ളത് ഞങ്ങൾ തമ്മിൽ അത് അവർക്കും എതിർപ്പില്ല, PSCക്കും എതിർപ്പില്ല. ഡിസിപ്ലിൻ വേണം, പിന്നെ കൂടുതൽ ചെലവ് ചെയ്യാൻ പാടില്ല. അതൊക്കെ ആ രംഗത്തൊക്കെ നമുക്ക് ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു ഡിസിപ്ലിൻ, ഒരു സെൽഫ് ഡിസിപ്ലിനാണ് നല്ലത്. സെൽഫ് ഡിസിപ്ലിൻ ഫിനാൻഷ്യൽ രംഗത്ത് PSCയും പാലിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. സാറിനെ കണ്ടപ്പോഴേ ഒരു കള്ള ലക്ഷണം എനിക്കും തോന്നി. അപ്പൊ ഞാനും അത്ര മോശമല്ല എന്ന് പറഞ്ഞതാ. അവിടെ ക്രമക്കേടുകളൊന്നും നടക്കുന്നൊന്നുമില്ല. പക്ഷേ ഈ ഓഡിറ്റൊക്കെ പറയുന്ന ഓരോ വർഷത്തിലാണ് ഓഡിറ്റൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഗവൺമെൻറ്റിന് ചെലവുകളെ സംബന്ധിച്ചിടത്തോളം പരിശോധിക്കാൻ ഗവൺമെൻറ്റിന് സ്വാതന്ത്ര്യമുണ്ട്. പിന്നെ ഗവൺമെൻറ് സാമ്പത്തിക സഹായം ചെയ്യുന്ന ഏത് സ്ഥാപനത്തെയും അവിടെ ചെലവുകൾ പരിശോധിക്കാനും ഗവൺമെൻറ് അധികാരമുണ്ട്. സാർ, എനിക്കെന്തോ കുറച്ച് കാശ് കിട്ടാനുള്ള കാര്യം പറഞ്ഞല്ലോ സാർ. എന്താ? PSCക്ക് ഒരിക്കലും ആവശ്യമായിട്ടുള്ള ഫണ്ട് ഒരിക്കലും ഗവൺമെൻറ് നിഷേധിക്കുന്നതല്ല. അവർക്ക് കാലാകാലങ്ങളിൽ ഫണ്ട് കൊടുത്തിരിപ്പുണ്ട്. ഇനിയും അവർക്ക് ഫണ്ട് കൊടുക്കും. ആ ഫണ്ട് കൊടുക്കുന്ന ഒരു നിഷേധാത്മകമായ നിലപാടൊന്നും ഗവൺമെൻറ് ഇല്ല. PSCക്ക് ഫണ്ട് കൊടുക്കേണ്ടതാണ്. അത് വേണ്ട സമയത്ത് യഥാസമയത്ത് അത് കൊടുക്കുന്നതിന് തെറ്റൊന്നുമില്ല. ഇത്രയും വലിയ പണക്കാരനായിട്ടും ഇപ്പോഴും പഴയ നാട്ടും പുറത്തുകാരന്റെ സ്വഭാവമാണ്. പക്ഷേ വേറൊരു കാര്യമുള്ളത്, ഫിനാൻഷ്യൽ കൺട്രോൾ, സെൽഫ് കൺട്രോൾ അവിടെ ആവശ്യമാണ്. അത് എപ്പോഴും എല്ലാ സ്ഥാപനങ്ങളും, അത് PSC മാത്രമല്ല, എല്ലാ സ്ഥാപനങ്ങളും അവർ സ്വയം ഒരു ഫിനാൻഷ്യൽ കൺട്രോൾ ഡിസിപ്ലിൻ പാലിക്കേണ്ടതായിട്ടുണ്ട്. അതിനതീതമല്ല PSC എന്ന് ഞാൻ പറഞ്ഞെന്നുള്ളൂ. കണക്കെല്ലാം കൊണ്ട് മാനേജർമാർ അങ്ങോട്ട് ചെന്നോളൂ. പിന്നെ എനിക്ക് ശമ്പളം തരാൻ വേണ്ടി ഇത്രയും കെട്ടിയിട്ടിരിക്കുന്നു. ഇൻസ്പെക്ഷൻ വിങ് എപ്പോഴും അവിടെ ചുമതലയാണ്. എല്ലാ ഗവൺമെൻറ് സ്ഥാപനങ്ങളും അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങളും അതുപോലെ തന്നെ ഗവൺമെൻറ്റിൽ നിന്ന് സാമ്പത്തിക സഹായം തേടുന്ന സ്ഥാപനങ്ങളുമൊക്കെ അവരുടെ ചെലവുകൾ പരിശോധിക്കുക എന്നുള്ളത് ഫിനാൻസിൻ്റെ ഒരു ചുമതലയാണ്, കർത്തവ്യമാണ്. അത് തീർച്ചയായിട്ടും നിർവഹിക്കും. സാർ, എനിക്കെന്തോ കുറച്ച് കാശ് കിട്ടാനുള്ള കാര്യം പറഞ്ഞല്ലോ സാർ. എന്താ? ഇത്രയേ ഉള്ളൂ, വേറെ. പറഞ്ഞു വരുമ്പോൾ മാണി ഓടി രക്ഷപ്പെടാനുള്ള സാധ്യത മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. എന്നാലും മാണിയുടെ കണക്കിലെ പ്രാഗൽഭ്യം സമ്മതിച്ചു കൊടുക്കേണ്ടതു തന്നെയാണ്. കടം നൽകിയയാളെ കടക്കാരനാക്കുന്ന കണക്കു വൈദഗ്ധ്യം, ഈ പ്രാഗൽഭ്യം മാണിക്കെങ്ങനെ സ്വന്തമായി എന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് കാര്യം പിടികിട്ടിയത്. മാണി കണക്കു പഠിച്ചത് ഇതാ ഇങ്ങനെയുള്ള ഗുരുക്കന്മാരിൽ നിന്നാണ്. 7 times 13 is 28. Go ahead. Now first we got to put down a 13, right? Right. There's a 13. Times 7. Times 7. Right. 7 weeks times 13, right? 7 times 3. 21. 21. 7 times 1. 7. 7. 7 and 1. 8. And 2 to carry. 28. Now wait a minute. I'm still not convinced. There's one sure way of proving this. One sure way. And that's by addition. You want me to addition it up? I want you to put 13 7 times on that wall and then draw a line and add them up. You want me to put down 13 7 times? That's right. Let's come out right. There's 1. 1, 2, 2, 3, 3, 4, 4, 5, 5, 6, 6, 7. Wait a minute. What's the idea of spreading them out like that? Well, it looks like a flock of seagulls going to hit the electric poles. Now we're going to add them up, right? All right, go ahead. Here we go. 3, 6, 9. Wait a minute. Let me do the adding this time. Good. Come out right. Well, A 3, a 6, a 9. Just a minute. I will do the adding. Then there'll be no mistake. Yeah? All right? $28 here. All right? Sure. Now. Go ahead. You had it up. Go ahead. 3, 6, 9, 12, 15, 18, 21. 22, 23, 24, 25, 26, 27, 28.
ഇമാതിരി കണക്കുകളാണ് മാണിയുടേതും. ബജറ്റ് വിൽപ്പനയും ബാർക്കോഴയും തുടങ്ങി ആരോപണങ്ങളെല്ലാം കീറിയെറിഞ്ഞാണ് PSCയോട് മാണി കണക്ക് ചോദിക്കുന്നത്. അതുകൊണ്ട് ഇനിയും കണക്കിലെ കളികളെ ആശ്രയിച്ച് മുന്നോട്ട് പോവുകയേ നിവൃത്തിയുള്ളൂ. ഗണിതത്തിലെ പഴുതുകൾ മാണിയെ രക്ഷിക്കട്ടെ. ഇന്നത്തെ ഡെമോക്രസി പൂർത്തിയാകുന്നു. തിങ്കളാഴ്ച വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.